ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വിങ്സ് ഓഫ് ലേൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും അതിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ഒരു അവാർഡ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇനി ആ മാർക്ക് നമുക്കുള്ളതാണ്. നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? അതിൽ ഒന്നാമത്തെ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. നമ്മൾ ഈ നോട്ടിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം. മലയാളത്തിലെ കാര്യമാണ് പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം 1993. അവാർഡ് തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും അതുപോലെ തന്നെ ആദ്യമായി ലഭിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. എപ്പോഴാണ് ആരംഭിച്ചത്? 1993. അപ്പോൾ ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിച്ച വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മ, 1995. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുരസ്കാരം പഠിക്കുന്ന സമയത്ത് ഒരു 5 വർഷം മുമ്പേ ഉള്ളതെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ ഈ നോട്ടിൽ ഒരു 2020 മുതൽ 2025 വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 2020 സക്കറിയ, 2021 പി വത്സല, 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് 2025 KG ശങ്കരപ്പിള്ള. ആ ഫസ്റ്റ് നമുക്ക് മൊത്തം ഓർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിലും 2025, 24, 23 എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളെ കൃത്യമായി ഓർത്തെടുക്കുക, എഴുതി തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ? ഇത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്. അടുത്താണ് ഓടക്കുഴൽ അവാർഡ്. മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിക്കുള്ള അവാർഡാണ് ഇത്, ഓടക്കുഴൽ അവാർഡ്. ഇത് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ് ആരംഭിച്ച വർഷം 1969. പുരസ്കാരം നൽകുന്നത് ഫെബ്രുവരി 2-നാണ്. ഫെബ്രുവരി 2-ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണല്ലോ ഓടക്കുഴൽ അവാർഡ് നൽകി വരുന്നത്. അപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് ഫെബ്രുവരി 2. പ്രത്യേകത ജി ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനം. അതുപോലെ ഓടക്കുഴൽ അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കൃതി തുളസീദാസ രാമായണം. ഇതൊരു വിവർത്തനമാണ്. ഈ ഒരു കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത്. ഇനി സമീപകാല ജേതാക്കളും അവരുടെ കൃതികളെയും കുറിച്ച് നോക്കാം. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് EP രാജഗോപാലൻ. കൃതി ഉൾക്കഥ, അതൊരു കഥാവിമർശനമാണ്. 2024 K അരവിന്ദാക്ഷൻ. കൃതി ഗോപ, ഒരു നോവൽ. 2023 PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്, ഒരു കവിതയാണ്. 2022 അംബികാസുധൻ മാങ്ങാട്. കൃതി പ്രാണവായു. 2021 സാറ ജോസഫ്. കൃതി ബുധിനി, ഒരു നോവലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓടക്കുഴൽ അവാർഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ട് പോവുക. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വയലാർ അവാർഡാണ്. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. ഈ വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. അതുപോലെ വയലാർ അവാർഡ് ആരംഭിച്ച വർഷം 1977. പുരസ്കാരം നൽകുന്നത് ഒക്ടോബർ 27-നാണ്. ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷി. അതുപോലെ വയലാർ അവാർഡ് ലഭിച്ച സമീപകാല ജേതാക്കളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. 2025 സന്തോഷ് കുമാറിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. കൃതി തപോമയിയുടെ അച്ഛൻ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക: 49ാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം, എത്രാമത്തെ അവാർഡാണ് 2025 നൽകിയതെന്ന്. അപ്പോൾ 2025 49ാമത് അവാർഡാണ് കൊടുത്തത്, വയലാർ അവാർഡ്. അപ്പോൾ അത് ലഭിച്ചത് സന്തോഷ് കുമാർ. കൃതി തപോമയിയുടെ അച്ഛൻ. 2024 അശോകൻ ചരുവിൽ. കൃതി കാട്ടൂർ കടവ്, അതൊരു നോവലാണ്. 2023 ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെണ്ടുലം. 2022 S ഹരീഷ്. കൃതി മീശ. 2021 ബെന്യാമിൻ. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ. കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. നമ്മൾ വയലാർ അവാർഡ് കൃത്യമായിട്ട് ഇത്രയും സാഹിത്യകാരന്മാർ അവരുടെ കൃതികളെയും കുറിച്ച് നമ്മളിപ്പോൾ ഈ പുരസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല
നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. ഇനി അടുത്ത സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിലെ തന്നെ ഉന്നതമായൊരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 11 ലക്ഷമാണ്. ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ജെയിൻ കുടുംബമാണ്. ആരംഭിച്ച വർഷം 1961. ആദ്യമായി ലഭിച്ചത് മലയാളത്തിൻ്റെ ജി ശങ്കരക്കുറുപ്പിനാണ് 1965. സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അംഗീകാരമായാണ് ജ്ഞാനപീഠ പുരസ്കാരത്തെ ഇന്ത്യയിൽ കണക്കാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നല്ല മികച്ച സാഹിത്യ സംഭാവനകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത്. അങ്ങനെ മലയാളത്തിൽ 6 പേർക്കാണ് ഇതുവരെയും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1965. രണ്ടാമത്തെ എസ് കെ പൊറ്റക്കാട് 1980. 3 തകഴി ശിവശങ്കരപ്പിള്ള 1984. 4 എം ടി വാസുദേവൻ നായർ. 5 ONV കുറുപ്പ് 2007. 6 അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. അതായത് 55ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ഇനി സമീപകാല ജേതാക്കളെ കൂടി നമുക്ക് നോക്കാം. 2024 അതായത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല, ഭാഷ ഹിന്ദി. 2023 ഗുൽസാർ രാമഭദ്രാചാര്യ, ഭാഷ ഉറുദു സംസ്കൃതം. 2022 ദാമോദർ മൗസോ, ഭാഷ കൊങ്കണി. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നോക്കാനുള്ളത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. പുരസ്കാരം നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ. ആരംഭിച്ച വർഷം 1991. സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ വ്യക്തി ഹരിവംശ് റായ് ബച്ചൻ. പിന്നെ അതുപോലെ തന്നെ സരസ്വതി സമ്മാൻ നേടിയ മലയാളികൾ, ഒന്നാമത്തെ പ്രധാനമായിട്ട് 4 മലയാളികളാണ് ഇതുവരെയും സരസ്വതി സമ്മാൻ അവാർഡ് നേടിയത്. 1 ബാലാമണി അമ്മ 1995. 2 K അയ്യപ്പ പണിക്കർ 2005. 3 സുഗതകുമാരി 2012. അതുപോലെ തന്നെ 4 പ്രഭാവർമ്മ 2023. കൃതി രൗദ്ര സാത്വികം. ഇനി സരസ്വതി സമ്മാൻ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച വ്യക്തിയാണ് ഭദ്രീഷ് ദാസ് സ്വാമി 2024. ഭാഷ സംസ്കൃതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരിവരാസന പുരസ്കാരത്തെ പറ്റിയാണ്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തി വരുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. മകരവിളക്ക് ദിവസം ശബരിമല സന്നിധാനം ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. സമ്മാന തുക 1 ലക്ഷം രൂപ. ആരംഭിച്ച വർഷം 2012. ആദ്യമായി ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തി KJ യേശുദാസ്. ഇനി സമീപകാല ജേതാക്കളും കൂടി നമുക്ക് നോക്കാം. 2026 തിരുവിഴ ജയശങ്കർ. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ്. 2021 വീരമണി രാജു. നമ്മളൊരു 26, 25, 24, 23 ഒരു 4 വർഷം പിന്നിലേക്കെങ്കിലും നമ്മൾ പുരസ്കാരങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഹരിവരാസന പുരസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത പുരസ്കാരമാണ് വള്ളത്തോൾ അവാർഡ്. ആരംഭിച്ച വർഷം 1991. വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഈ അവാർഡ് ആരംഭിച്ചത്. അതുപോലെ തന്നെ സമ്മാന തുക 1,11,111 രൂപ. ഓർക്കാൻ എളുപ്പമല്ലേ? 6 ഒന്നുകൾ. ഇതാണ് ഏതിൻ്റെ സമ്മാനത്തുക? വള്ളത്തോൾ അവാർഡിൻ്റെ സമ്മാനത്തുക. വള്ളത്തോൾ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തി പാല നാരായണൻ നായർ 1991. സമീപകാല ജേതാക്കളും കൂടി നമുക്ക് നോക്കാം. 2019 സക്കറിയ. 2018 എം മുകുന്ദൻ. 2017 പ്രഭാവർമ്മ. 2016 ശ്രീകുമാരൻ തമ്പി. 2015 ആനന്ദ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അവാർഡാണ് ONV സാഹിത്യ അവാർഡ്. ഇന്ത്യയിലുടനീളം എഴുത്തുകാരുടെ സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന ദേശീയ അവാർഡാണ് ഇത് ONV സാഹിത്യ അവാർഡ്.
സമ്മാനത്തുക 3 ലക്ഷം രൂപ. ആരംഭിച്ച വർഷം 2017. ആദ്യ ജേതാവ് സുഗതകുമാരിയാണ്. ഇനി സമീപകാല ജേതാക്കൾ: 2025 പ്രഭാവർമ്മ, 2024 പ്രതിഭ റായ്, 2023 സി രാധാകൃഷ്ണൻ. ഇതെല്ലാം പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്, നമ്മൾ എഴുതി തന്നെ പഠിച്ചു വെക്കുക. നമ്മുടെ ഈ ക്ലാസ്സിലെ അവസാനത്തെ പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ഗുരുവായൂർ ദേവസ്വം നൽകുന്ന പ്രമുഖ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. സമ്മാനത്തുക എന്ന് പറയുന്നത് 50,001 രൂപയും 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ജേതാക്കൾ: 2025 പ്രൊഫസർ KP ശങ്കരൻ, ഒരു സാഹിത്യ നിരൂപകനാണ്. 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഒരു കവിയാണ്. 2023 പ്രൊഫസർ V മധുസൂദനൻ നായർ, കവി. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 9 സാഹിത്യ പുരസ്കാരങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ ഇനിയും ഒരുപാട് അവാർഡുകൾ നമുക്ക് പഠിക്കേണ്ടതായുണ്ട്. കൂടുതൽ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.